നമസ്കാരം, രേണുസുതിയാണ്. ആദ്യമായിട്ട് ഞാൻ ചോദിക്കട്ടെ, ഡാനി സത്യ ഞാനാണോടാ ഈ സോഷ്യൽ മീഡിയയിൽ ആദ്യമായിട്ട് സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയ ആദ്യത്തെ ഒരു പെണ്ണ്? അല്ലല്ലോ. രേണുവിന്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ പങ്കുവെച്ച വീഡിയോയാണിത്. വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം നമുക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാം. നീ പിന്നെ എന്തുവാടാ നീയും നിന്റെ കൂട്ടുകാരൻ അതിലും ഈ കടന്ന് കൊണന്ന് പറഞ്ഞ് ഈ സംസാരിക്കുന്നത്? നാണം കൊണ്ടോടാ നിനക്കൊക്കെ? ഞാനാണോടാ ഈ സോഷ്യൽ മീഡിയയിൽ ആദ്യത്തെ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയ വ്യക്തി? ഇതിന് മുന്നേ തുടങ്ങിയവരുണ്ടല്ലോ, നീ പൂട്ടിക്കാൻ നടക്കുവോ? അപ്പൊ കളി പഠിക്കും നീയൊക്കെ, മനസ്സിലായി? എന്റെ പൂട്ടിക്കാൻ നടക്കുന്നല്ലോ. ഒന്ന് ചോണയുണ്ടെങ്കിൽ അതുലെ ഡാനി സത്യ ചോണയുണ്ടെങ്കിൽ നീ പൂട്ടി കാണിക്കണം. പിന്നെ ഞാൻ മാന്യമര്യാദയ്ക്ക് തന്നെയാണ് ജീവിക്കുന്നത്. ഞാൻ ആരുടെയും കുറ്റം പറഞ്ഞും ആരെയും ക്രിട്ടിസൈസ് ചെയ്തും ഒരു മുറിക്കകത്തിരുന്ന് അല്ലെങ്കിൽ ഫോൺ വെച്ചോണ്ട് ഞാൻ ആരെയും വിറ്റ് തിന്ന് ജീവിക്കുമല്ല. ഞാൻ എനിക്ക് അറിയാവുന്ന തൊഴിൽ ചെയ്ത് തന്നെയാണ് ജീവിക്കുന്നത്. സബ്സ്ക്രിപ്ഷൻ അത് ഞാൻ തുടങ്ങിയപ്പോഴാണല്ലോ നീയൊക്കെ ഇത്ര വലിയ സംഭവം ആക്കിയേക്കുന്നത്. നിനക്ക് അതുലിനോടാ നീ പറയാം നാണോ മാനോ കെട്ട അതുലേ, നിനക്ക് നാണം ഉണ്ടോടെ എന്റെ സബ്സ്ക്രിപ്ഷനിൽ കയറിയിട്ട് എന്റെ സബ് എടുത്തിട്ട് നീ കണ്ട് ആസ്വദിച്ചിട്ട് അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അത് പുറത്ത് വിട്ട് വലിയ സംഭവം ആക്കാൻ? നീ കാരണം എനിക്ക് കുറച്ച് പ്രൊമോഷനാണ് കിട്ടുന്നത്, മനസ്സിലായോ? നാണം ഉണ്ടോ അതിൽ? നീ ഈ പോലീസ് സ്റ്റേഷൻ ഈ ഞങ്ങളുടെ ഈ ചങ്ങനാശ്ശേരിയിലെ പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങിയതൊക്കെ നീ മറന്നുപോയോ? മറന്നുപോയോ? ഇനി നിന്നെ കേട്ടണോ? ഡാനി പിന്നെയും കുറച്ചെങ്കിലും കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു സത്യങ്ങൾ മനസ്സിലാക്കി പറയടാ. അതിൽ നിനക്ക് അതിന് പോലും കഴിയുന്നില്ലല്ലോ. നീ ആരെയൊക്കെ പേടിയാണ് നിനക്ക്? ഞാൻ ചെയ്യുന്ന സത്യങ്ങളും എന്റെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ പോലും നിനക്ക് പറയാൻ പേടിയാണ്. പിന്നെ എന്റെ അച്ഛൻ തങ്കച്ചനെ പറ്റി നീ പറഞ്ഞല്ലോ, അത് പറയാൻ നിനക്കൊരു യോഗ്യതയില്ല. കാരണം എന്റെ തന്ത കഷ്ടപ്പെട്ട് തന്നെയാണ് എന്നെ വളർത്തിയത്. നിന്റെ തന്ത പഠിപ്പിച്ചതാണ് നീ ഇപ്പൊ പാടുന്നത്, മനസ്സിലായോ? ഞാൻ അങ്ങനെയല്ല. തന്തേന്ന് പറയാൻ പോലും പറ്റില്ല, അച്ഛൻ എന്നാണ് ഞാൻ പറയേണ്ടത്. പക്ഷെ തന്തേന്ന് എന്റെ വായിൽ ഞാൻ അനാവശ്യവാക്ക് പറയുന്നില്ല, അച്ഛൻ തന്നെ പറയാം. തന്തേന്ന് പറഞ്ഞ് ക്ഷമിക്കുക, അച്ഛൻ തന്നെ ഞാൻ പറയാം. നിന്റെ അച്ഛൻ പഠിപ്പിച്ചാണ് നീ ഇപ്പൊ പാടുന്നത്. പക്ഷെ എന്റെ അച്ഛൻ എന്നെ കഷ്ടപ്പെട്ട് വളർത്തിയതാണ്, മനസ്സിലായോ? നീ ഈ കിടന്ന് പറയുന്നത് നിനക്ക് നാണമാകുന്നില്ലേ? അതിൽ എന്തൊക്കെ നിർത്താറായിട്ടില്ല ഇത്? സബ്സ്ക്രിപ്ഷൻ നീ വാതോരാതെ പ്രസംഗിക്കുന്നല്ലോ. എന്റെ അച്ഛനെ പറ്റിയും പ്രസംഗിക്കുന്നത്. നിനക്ക് എന്ത് യോഗ്യതയാണ് പറയാൻ? അതുപോലെ ഡാനി സത്യനും അവനും കേൾക്കണം. ഇവനുമാണ് ഒരു സൈഡ്. ഒരു ഡാനി സത്യനും ഒരു അതിലും നിശ്ചയിച്ചു കഴിഞ്ഞാൽ രേണുസുതി അക്കൗണ്ട് പൂട്ടുമെന്നാണ് വിചാരം. രേണുസുതി മെറ്റയും അതുപോലെ തന്നെ ഈ ഇൻസ്റ്റാഗ്രാം പ്ലാറ്റ്ഫോമും മറ്റുള്ളവർക്ക് ആണിനാണെങ്കിലും പെണ്ണിനാണെങ്കിലും സബ്സ്ക്രിപ്ഷൻ നിയമപരമായിട്ട് കൊടുത്ത പോലെ തന്നെയാണ് രേണുസുതിക്ക് തന്നിട്ടുള്ളത്. അതിനനുസരിച്ച് രേണുസുതി കണ്ടന്റ് ഇടത്തുള്ളൂ. നീ അതിനകത്ത് കയറിയിട്ട് ആ കണ്ടന്റ് എല്ലാം എടുത്ത് കണ്ടിട്ട് നീ ആസ്വദിച്ചിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്തു വിടുന്നു. നാണമില്ലേടാ നിനക്കൊക്കെ? ഇതിന് മുന്നേ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയതൊന്നും നീ ചൊറിയാൻ പോകത്തില്ലല്ലോ. രേണുസുതിനെ മണ്ടക്കെട്ട് കയറിക്കോ കേട്ടാ. ഇത് നിന്നോടുള്ള അവസാന വാണിംഗ് ആണ്. സോഷ്യൽ മീഡിയയിൽ സബ്സ്ക്രിപ്ഷൻ ചാനലുള്ള ചില ആളുകൾക്കെല്ലാം പണികൾ കിട്ടിത്തുടങ്ങിയിട്ടുണ്ട്. അത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. ഇപ്പോൾ എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നത് രേണുസുതിയെയാണ്. രേണുസുതി പറഞ്ഞതുപോലെ അവരെ പല ആളുകളും സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അവരിടുന്ന വീഡിയോസിന്റെ എല്ലാം സ്ക്രീൻഷോട്ട് എടുത്ത് റിയാക്ട് ചെയ്യുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്. രേണുസുതി സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയതോടെ ഒരുപാട് ആളുകളാണ് അവരെ ഫോളോ ചെയ്തു പോയിട്ടുള്ളത്. അത് അവരെ ഇഷ്ടപ്പെടുന്നവരുമുണ്ട്. എന്നാൽ അവരെ ഇഷ്ടപ്പെടാതെ ആ സബ്സ്ക്രിപ്ഷൻ ചാനലിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് കണ്ടിട്ട് അത് പുറത്തു വന്ന് കണ്ടന്റ് ആക്കിയിടുന്ന മറ്റു ചില ആളുകളുമുണ്ട്. ഇതെല്ലാം ഓരോരുത്തരുടെ ചോയ്സ് ആണ്. ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതും സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുന്നതും. നമുക്ക് ഇഷ്ടമില്ലാത്ത ടോപ്പിക്കുകൾ വേണമെങ്കിൽ നമുക്ക് ഇഗ്നോർ ചെയ്തു പോകാവുന്നതാണ്. എന്നാൽ പല ആളുകളും അത് ഇഗ്നോർ ചെയ്യാതെ വലിയ പ്രശ്നങ്ങളാക്കി മാറ്റുകയാണ്. നമുക്ക് ഒരാൾ ചെയ്യുന്ന പ്രവൃത്തിയോട് വിയോജിപ്പുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ പറയാം. പക്ഷേ അത് അടിച്ചേൽപ്പിക്കുന്നത് പോലെ പറയുവാൻ നമുക്ക് ഒരു അവകാശവുമില്ല. ചില ആളുകളുടെ വീഡിയോസ് എല്ലാം കാണുമ്പോൾ അവർ 24/7 ഇവരുടെ വീട്ടിൽ നിന്ന് എല്ലാം വീക്ഷിച്ചതിന് ശേഷമാണ് ഈ പറയുന്നതെന്ന് തോന്നിപ്പോകും. ഒരുപാട് കെട്ടിച്ചമച്ച കഥകളെല്ലാം പുറത്തുവിടുന്നവരുമുണ്ട്. സോഷ്യൽ മീഡിയയിൽ ലൈംലൈറ്റിൽ നിൽക്കുമ്പോൾ എന്തായാലും ഒരുപാട് ബാഡ് കമന്റ്സുകളും വിമർശനങ്ങളും ഏറ്റുവാങ്ങേണ്ടി വരും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്ക് ഇഗ്നോർ ചെയ്തു വിടാൻ പറ്റുന്ന കണ്ടന്റുകളാണെങ്കിൽ അത് ജസ്റ്റ് ഇഗ്നോർ ചെയ്തു പോവുക. ഇനി അതല്ല, ആ വ്യക്തിയുടെ വീഡിയോയിൽ നമുക്ക് വിമർശനങ്ങൾ അറിയിക്കണമെങ്കിൽ അതും നമുക്ക് ചെയ്യാം. പക്ഷെ അതൊന്നും ഒരു പരിധിയിൽ കൂടുതൽ ആകരുത് എന്ന് മാത്രമാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ചില ആളുകളുടെ വീഡിയോസ് എല്ലാം പരസ്പരം വെല്ലുവിളിച്ചും വീട്ടിലുള്ള ആളുകളെ തെറികളെല്ലാം വിളിച്ചുകൊണ്ടുള്ള രീതിയിലാണ്. സത്യം പറഞ്ഞാൽ ഇതെല്ലാം കാണുമ്പോൾ ഈ വ്യക്തിയുടെ വീഡിയോയേക്കാൾ നിലവാരമില്ലാത്തതുപോലെ തോന്നും. അതുകൊണ്ട് തന്നെ പരസ്പരമുള്ള ഈ വെല്ലുവിളികളും തെറികളും നിർത്തി നല്ല രീതിയിൽ ക്രിട്ടിസൈസ് ചെയ്യൂ. ഇത് എൻ്റെ മാത്രം ഒപ്പീനിയനാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുവാൻ മറക്കരുത്.